കണി കണി. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഒരാളുടെ വീഡിയോ ഉണ്ട്. ഗുഡ് മോർണിംഗ്. അപർണ ചൈതന്യ അല്ലേ അവളുടെ പേര്? അപർണ അപ്പു എന്നാണോ? അപർണ അപ്പു അല്ല, അച്ചൂട്ടി അച്ചു. ഇവിടെ നിങ്ങൾ നേരെ പോയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഒരു സാധനം കാണും. ഡിജിറ്റൽ സൂം ഓണാക്കി നോക്ക്. ഡിജിറ്റൽ സൂം ഓണാക്കി കാണിക്കാം ഗൈസ്. അഞ്ഞൊക്കെ പിടിക്കും. കണ്ടു അങ്ങ് ദൂരെ അങ്ങകലെ മലമേലെ ആ സാധനം കണ്ടില്ലേ? അത് കാണാൻ പറ്റും. ലേപ്പാക്ഷി നിങ്ങൾ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ആ സാധനം. ഞാൻ ഫോട്ടോ എടുത്ത് നോക്കി, രസമില്ല. അവിടെ നിന്നതിതാ ഈ ആന്ധ്രാപ്രദേശ് ടൂറിസത്തിന്റെ ഹോട്ടൽ, AP ടൂറിസം ഹോട്ടൽ. 1000 രൂപയാണ്. 1000 രൂപ പ്ലസ് 80 രൂപ ടാക്സ്. അതാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. ഈ ലേപ്പാക്ഷിയിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടെ ആകെ, അതായത് ടെമ്പിളിൻ്റെ അടുത്ത് ഒരു 200 മീറ്റർ 250 മീറ്റർ ഉള്ളൂ ഈ ഒരു സ്റ്റേയിലേക്ക്. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കിട്ടാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇഫ് യു ആർ എ ലിറ്റിൽ ബിറ്റ് ഹൈജീൻ കോൺഷ്യസ്. നമ്മളതുകൊണ്ട് ഇന്നലെ രാത്രി ലേസും സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അത് ഭയങ്കര അടിപൊളിയാണെന്നല്ല, ബട്ട് സ്റ്റിൽ വൃത്തിയില്ലെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. ഓൾറെഡി എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ അടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് വി തോട്ട് ഓഫ് നോട്ട് ടേക്കിംഗ് എനി റിസ്ക്സ്. ഒരു അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ ഒരു പുവർ ഏരിയ ആണ്, അണ്ടർ ഡെവലപ്ഡ് ആണ്. ടോയ്ലറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. പിള്ളേർ ഇപ്പോഴും ഓപ്പൺ ഡെഫക്കേഷൻ. അത് ആ അമ്പലത്തിന്റെ താഴെ, ഐ മീൻ അമ്പലത്തിന്റെ താഴെ ഭയങ്കര സംഭവം എന്നല്ല, ഓപ്പൺ ആയിട്ട് പാർക്കിംഗ് ഏരിയയിലാണ് പിള്ളേർ വന്നിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ലൈക്ക് എന്താണ് ഹിസ്റ്ററി ബുക്കിലൊക്കെ പഠിച്ച സാധനങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ യു ക്യാൻ ഗിവ് എ ട്രൈ അല്ലേ. വൺസ്, അതായത് നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ജസ്റ്റ് ഒരു 2 hours റൈഡേ ഉള്ളൂ. ഇവിടെ 2 hours റൈഡേ ഉള്ളൂ. 2 hours റൈഡ് വന്ന് കാണുക, തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് കീ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സ്റ്റേ ചെയ്യേണ്ടി വന്നത്. സോ സ്റ്റേ ഓപ്ഷൻ, ദ ഓൺലി സ്റ്റേ ഓപ്ഷൻ ഹിയർ ഇതേ ഉള്ളൂ. പിന്നെ 15 കിലോമീറ്റർ അപ്പുറം പോകുന്നു തോന്നുന്നു, ഹിന്ദുപുര എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അതാണ് ഓപ്ഷൻ ഉള്ളത്. ഇവിടെ വേറെ കുറച്ച് സ്ഥലങ്ങളൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു, ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. പക്ഷേ വേണ്ടാന്ന് വെച്ചു. അപ്പം നമ്മൾ പോയിട്ട് ബാക്കി റെഡി ആവട്ടെ. റൂമൊക്കെ ഡീസൻ്റ് ആണ്, AC റൂമാണ്, 1000 rupees കിട്ടുന്നത്. പിന്നെ ഇവരെല്ലാവരും ബാലയ്യ ഫാൻസ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇവരുടെ ഫോട്ടോ എല്ലായിടത്തും ഉണ്ട്. ഇന്നലെ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയപ്പം അവരുടെ പേരിൽ ചോറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇന്ന് എന്തായാലും വീട് പിടിച്ചിരിക്കും. ദാറ്റ്സ് ദ പ്ലാൻ ഫോർ നൗ. പിടി ഉള്ളിലേക്ക് അധികം വിട്ടെങ്കിൽ അത് കട്ടാവും, സിഗ്നൽ കട്ടാവും. അപ്പൊ പിന്നെ ഹിമാലയം ഓണാവില്ല. ഡ്യൂപ്ലിക്കേറ്റ് കീ വെച്ചിട്ട് നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരില്ല, ഫുഡ് പോലും കിട്ടാറുള്ളത്. ഞാൻ ഭയങ്കര എന്താ പറയാൻ പോരാ. ലെഫ്റ്റ് റൈറ്റാ കേട്ടോ. അതാ ഈടൊരുത്തലിടുന്ന് ചിട്ടുന്ന്. ഇനിയിപ്പോ നമ്മൾ ലേപ്പാക്ഷിനോട് ബൈ ബൈ പറഞ്ഞ് നേരെ നാട്ടിലേക്ക് വരാണ് ഗൈസ്. ഇനി നമ്മൾ അങ്ങോട്ടേക്കുള്ള ഫെർദർ പ്ലാൻസ് ഒക്കെ ക്യാൻസൽ ആയി. കാരണം വണ്ടീന്റെ എക്സാക്ട് കീ ഒന്നും അല്ല, അത് ജസ്റ്റ് ഒരു ഓടുന്ന കണ്ടീഷനിലാക്കിയിട്ട് അവർ തരികയാണ് ചെയ്തത്. അപ്പൊ നാട്ടിൽ വന്നിട്ട് വേണം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിനി വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്തൊരു സ്ഥലത്തോ അങ്ങനെ എന്തെങ്കിലും ആണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിൽ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാ പ്ലാൻസും ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ട്രക്കിംഗ് राइडिंग केरला अभी लेपाक्षी जाके आ रहे. अभी केरला जा रहे हो? हाँ. कितना दिन गए? 3 हाँ.
എന്റെ റൈറ്റ് സൈഡിൽ ഒരു വലിയ ഹനുമാൻജിന്റെ പ്രതിമ കാണുന്നുണ്ട്. ഞാൻ മിക്കവാറും പോകുന്ന സ്ഥലത്തൊക്കെ ഹനുമാൻജിന്റെ പ്രതിമ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്ന കേൾക്കുമ്പം അല്ലെങ്കിൽ എൻ്റെ പല വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഭക്തിയുള്ള ഒരാളാണെന്ന്. അല്ല ഗൈസ്, ഇപ്പൊ നമ്മൾ ഈ തപ്പിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പോട്ടാണ്. താങ്ക് യു. Don't touch my things, okay? I don't like people who touch my things. അതിന്റെ ദോഷങ്ങൾ തൊട്ട കഴിഞ്ഞാ പെട്ടു. അതന്നെ ഞാൻ തൊടൂല. മാറിക്കോട്ടെ. ഓർക്കൊണ്ട് ചില്ലി എടുത്തോളാം. അയ്യോ ക്യാമറ അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല. ഇതെന്ത് ഹെലികോപ്റ്റർ ഷോട്ടോ? കുട്ടാ ചോദിച്ചല്ലേ. എന്റെ സ്വഭാവം നീ മാറ്റുന്നത്. മലവള്ളി 114 കിലോമീറ്റർ, മഡൂരു 84 കിലോമീറ്റർ, കുണികൾ 35 കിലോമീറ്റർ. ഞാൻ ഇതൊക്കെ വായിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് വായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഓ, നമ്മളിപ്പോ പോകുന്നത് ഇപ്പൊ തുമക്കുരു വഴിയാണോ? തുമക്കുരു ജ്ഞാനശ്രീ ക്യാമ്പസ്, തുമക്കുരു യൂണിവേഴ്സിറ്റി ആണോ ഇവിടെ? ഇത് തുമക്കുരു ആയിരിക്കും. എക്സാക്ട് റൂട്ട് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ബാംഗ്ലൂർ എന്തായാലും ടച്ച് ചെയ്തിട്ടില്ല. മാപ്പ് കാണിച്ചിരുന്ന ഏതോ വഴിയിലേക്ക് കൂടിയൊക്കെ നമ്മൾ വന്നത്. നല്ല ചൂടും. എങ്ങോട്ട് പോണ്ടേ? 104 ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിലെ പൈസ പോലില്ല. പവർ പെട്രോളിന്റെ കുഴപ്പമില്ലല്ലോ. യു ഹാവ് നോർമൽ പെട്രോൾ? ദിസ് ഇസ് നോർമൽ, റൈറ്റ്? നോർമൽ. ഓക്കെ. ഇന്നലെയും അവിടെ ലേപാക്ഷിയിലും ചൂടായിരുന്നു. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ആ എൻറ്റയർ ടെമ്പിൾ കോംപ്ലക്സ് അരിച്ച് പെറുക്കിയല്ലോ. റൈഡിങ് ഗിയേഴ്സിൽ ബ്ലാക്കും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടാണ് കേസ്. അവിടെയാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് തണൽ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഷെയ്ഡൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നത് എല്ലാ ഇങ്ങനത്തെ അമ്പലങ്ങളും കാണാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പോസ്റ്റ് മൺസൂണാണ്. അതിപ്പോൾ ഹംപി ആണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ അജന്ത എല്ലോറ ആണെങ്കിലും ഇപ്പം ഈ ലേപാക്ഷി അല്ലെങ്കിൽ ഈ ബേലം കേവ് എന്താണെങ്കിലും ആ ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്. എനിക്ക് നോർത്ത് ഇന്ത്യയുടെ കാര്യം എനിക്ക് അറിയില്ല. സൗത്ത് ഇന്ത്യയിലുള്ള മിക്കവാറും സംഭവങ്ങളൊക്കെ കാണുന്നത് എനിക്ക് തോന്നുന്നു പോസ്റ്റ് മൺസൂൺ പോകുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ജനുവരി അല്ലെങ്കിൽ ഈ ഒരു ജനുവരി ടു അല്ലെങ്കിൽ ഡിസംബർ ടു ഏപ്രിൽ മെയ് പോവാതിരിക്കുന്നത് നല്ലത്. നല്ല ചൂടാണ്, കരിഞ്ഞു പോകും. ലേക്കോ റിസർവോയറോ എന്തോ ആണ്. അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ ഇതിനകത്ത്. ഈ എക്സാക്ട് റൂട്ട് ഏതാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 70 കിലോമീറ്റേഴ്സിൽ മൈസൂര്, നേരെ മടിക്കേരി. മറ്റേതേക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. മടിക്കേരിയിലേക്ക് 74 കിലോമീറ്റേഴ്സ് എന്താണ് പോകുന്നത് പറഞ്ഞത്. ഇത് ഏത് റൂട്ടാണ് എക്സാക്ട് എന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. മാപ്പ് കാണിച്ച് തന്നെ ബാംഗ്ലൂർ സിറ്റി ടച്ച് ചെയ്യാത്ത രീതിയിലുള്ളൊരു റൂട്ടാണ് നമ്മൾ എടുത്തത്. മിക്കവാറും നമ്മൾ പോയതൊക്കെ വില്ലേജസിലേക്ക് കൂടിയാണ്. എടാ, ഇവിടെ ഒരു കേരളപുര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ ആ അമ്മച്ചീനോട് കേരളത്തിൽ നിന്നാ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചില്ലേ ഈ കേരളപുരത്തിൽ നിന്ന് വന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെന്നോട് ചോദിച്ചാൽ എവിടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു കേരള, പിന്നെ കണ്ണൂർ കേരള എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നെന്തോ പറഞ്ഞു നമ്മൾ പപ്സ് കഴിക്കുന്ന സമയത്ത്. അത് ഈ കേരളപുര എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾസോ റോഡൊക്കെ നല്ലതാണ്, രസമുണ്ട്. കാരണം നമ്മൾ കണ്ടുമടുത്തൊരു സ്ഥലങ്ങളിനേക്കാളും കുറച്ചുകൂടി, അതായത് നമ്മൾ പോകുന്ന സമയത്ത് കണ്ടുമടുത്തൊരു സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വില്ലേജസും പാടവും പുഴയും സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം തിരിച്ചു വരുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ഥലത്തിൻ്റെ പേര് പെരിയപട്ടണ എന്നെങ്ങാനുമാണ്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോണിക്കൊപ്പം എത്തും. വീരാജ്പേട്ട്, കുട്ട അവിടെയൊക്കെ എത്തുമെന്നാണ് ബോർഡ് പറയുന്നത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെങ്കിലും ചൂടിനൊരു കുറവില്ലല്ലോ ഗൈസ്. എന്തൊരു ചൂടാണെന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിലും ഈ ഒരു വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ ചൂടിനല്ലാതെ വേറൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ് ചൂടിനൊരു കുറവില്ല. ഇതാണ് നമ്മൾ രാവിലെ ഇന്നലെ രാവിലെ തപ്പിക്കൊണ്ടിരുന്ന കൂർഗ് ഗേറ്റ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് തുറക്കില്ല, കുറച്ചുകൂടി നേരം വെളുപ്പിക്കാൻ തുറക്കുന്നു. പൊറോട്ട, ഒരു ഫുൾ ചില്ലി ചിക്കൻ, 3 മനുഷ്യന്മാര്. അടിച്ചിരിക്കും. ഇതിൽ ചിക്കൻ കാണാത്ത സ്ഥലത്ത് നിന്ന് വന്നേ നമ്മൾ വിചാരിക്കണം.
കട്ടല്ലേ നമ്മളൊരു ഫുൾ ചില്ലി പറഞ്ഞപ്പോ ഇവന്മാർ പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. ഫുൾ ചില്ലിയിലാക്കി 4 പീസ് ബാക്കണം. അത് ഇനിയിപ്പോ ഒരു ഹാഫ് കൂടി പറഞ്ഞാലോ. ഇത് നമ്മുടെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് തന്നെയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോട്ടലാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറന്റിൽ ഇതുവരെ കയറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. ഭയങ്കര അടിപൊളി ഫുഡൊന്നുമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത നല്ല ഫുഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിന്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല മോശമാണ്. ഇന്നലെ രാത്രി വരുന്ന സമയത്ത് എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി അത്യാവശ്യം നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. കാരണം വണ്ടിയിൽ ടയർ മാറ്റാനായി 14,000 കിലോമീറ്റർ ഓടി, 14,030 കിലോമീറ്റർ ഓടി വന്നിട്ടാണ്. എനിക്കൊന്ന് അടുത്ത സർവീസ് കൂടി കഴിഞ്ഞിട്ട് 1,000 കിലോമീറ്റർ കൂടി ഓടുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞ് നമുക്ക് മാറ്റാൻ തോന്നും. പക്ഷെ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ടയറും ഇതൊക്കെയാണ് കേട്ടോ. നല്ല വീതിയിലെ ടയർ ആയതുകൊണ്ട് നമ്മൾ ലഡാക്കിലൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പൂഴി ഉണ്ടാവുമല്ലോ, ടാൽക്കം പൗഡർ ടെസ്റ്റ്, അതുവഴി നമ്മൾ പോകുന്ന സമയത്ത് ഹിമാലയനേക്കാളും സ്റ്റേബിൾ ആയിട്ട് ഗറില്ല പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു എന്താണ് ബോബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് ബാക്കിലത്തെ ടയർ നല്ല തടിച്ച ടയറാണല്ലോ, നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ഈ വണ്ടീൻ്റെ എനിക്ക് ആകെയുള്ള 1-2 പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നത്, പില്ലിയൻ ഇരുത്താൻ ഒരിക്കലും കൊള്ളൂലാത്ത വണ്ടിയാണ്. നിങ്ങൾക്ക് ലഗേജ് വെക്കാൻ മാത്രമാണ് പില്ലിയൻ സീറ്റ് യൂസ് ചെയ്യാൻ പറ്റുക. ലോക്കൽ ഓട്ടത്തിനൊക്കെ നിങ്ങൾ പില്ലിയനെ കൊണ്ടുപോയിക്കും, പക്ഷേ ലോങ് റൈഡിനൊക്കെ പോകുമ്പോഴത്തേക്കും പില്ലിയൻ റൈഡർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ടാവും, നിങ്ങൾ ടാങ്കിൻ്റെ മേലെ. പിന്നെ കുറച്ച് ടാങ്ക് കപ്പാസിറ്റി കൂടെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പോലത്തെ ടൂറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെപ്പോഴും എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ടെൻഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി സ്ലോ ആയിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വളവും തിരിവും സാധനങ്ങളൊക്കെ ഉള്ള റോഡ്, ഇറക്കം, ചുരം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി അതൊക്കെ ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. എനിക്ക് നാച്ചുറലി കുറച്ചൊരു പേടിയാണ്. അപ്പം എന്താണ് എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടാകുന്ന സമയത്ത് ഞാൻ കാരണം അവർ സ്ലോ ആവുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആവുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ വരുൺ പറയും, ഈ റോഡിലേക്ക് കൂടി പോകാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ തന്നെയാണ് നീ പോകുന്നത്. പറപ്പിച്ച് പോകേണ്ടവരാണെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പറപ്പിച്ച് പോയിക്കോട്ടെ, അത് നീ നോക്കേണ്ട കാര്യമില്ല. നീ നിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പീഡിൽ പോകും. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന ഒരാൾ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് എന്നാലും ഒരു ടെൻഷനാണ്, ഞാൻ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. നമ്മുടെ ബാംഗ്ലൂർ ലേപാക്ഷി റൈഡിൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത റൈഡ് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.